നിങ്ങൾക്കറിയാമല്ലോ, ഉടമ്പടിയിലെ ഏറ്റവും വലിയ ദൈവത്തിൻ്റെ ഉപകരണം പത്രം തന്നെയാണ്. പത്രം നമ്മൾക്ക് ഇപ്പോൾ യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുന്നതിനൊക്കെ കൂടുതൽ ആൾക്കാരാണ്, കൂടുതൽ സങ്കടക്കാരാണ് പത്രം വഴി ദൈവത്തെ അറിയണത്. അതുകൊണ്ടാണ് നിങ്ങൾ അതുകൊണ്ട് കയ്യിൽ കൊടുക്കണമെന്ന് പറയുന്നതിൻ്റെ കാരണം. കയ്യിൽ നിങ്ങളെ കൊണ്ട് ഒരു പത്രം കൊടുക്കുമ്പോൾ അവർക്ക് കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന കാരണം അവരതിൽ നിന്ന് രക്ഷപ്പെടുമ്പോൾ അവർക്ക് മനസ്സിലാകും അവർ പള്ളി മുറ്റത്തു നിന്ന് എടുത്തതല്ല, ദൈവം അവർക്ക് കൊടുത്തതാണെന്ന് മനസ്സിലാകും. അതാണ് ഈ നമ്മൾ പള്ളി മുറ്റത്ത് വെക്കണതും വെച്ചിട്ട് പോരണതും കയ്യിൽ കൊടുക്കണതും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ പള്ളിമുറ്റത്ത് വെക്കുമ്പോൾ അവരെടുക്കുകയാണ് ചെയ്യണത്, പക്ഷെ നിങ്ങൾ കൊടുക്കുമ്പോൾ ദൈവം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായി നിങ്ങൾ മാറണത് നേരിട്ട് കൊടുക്കുമ്പോഴാണ്. പക്ഷെ അതിന് വല്ലാത്ത ഒരു ഇഫക്റ്റാണ് ഉള്ളത്. ആദ്യമേ ഇത്തിരി പാടുണ്ട്, ഇത്തിരി ചമ്മലും ചളിപ്പൊക്കെ ഉണ്ടാവും. അത് പിന്നെ അപ്പം നിങ്ങൾ കുരിശുരൂപത്തോട്ട് നോക്കിയാൽ മതി. ഈ അരച്ചാൻ തുണിയുടെ നഗ്നതയിലെ ദൈവം മനുഷ്യനായി പങ്കപ്പാട് സഹിച്ച് കിടക്കുന്നത് കാണുമ്പോൾ നമ്മളുടെ കഷ്ടത റീഫണ്ടബിളാണ്. ബൈബിൾ പറയുന്ന ഈ കഷ്ടത റീഫണ്ടബിളാക്കിയതെല്ലാം ക്രിസ്തു വന്നതിന് ശേഷമാണ്. എന്ത് കഷ്ടത ഇനി ലോകത്തുണ്ടായാലും അതെല്ലാം റീഫണ്ടബിളാണെന്ന് പറഞ്ഞു, അതിനെല്ലാം റിവാർഡ് തരുമെന്ന്. അതാണ് പൗലോസ് പറയണത്. നമുക്ക് ലഭിക്കാനിരിക്കുന്ന 8:18 റോമ ലേഖനത്തിലെ എന്താ പറയണത്? പറഞ്ഞ നമുക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ച് ഓർക്കുമ്പോഴേ ഇന്നത്തെ കഷ്ടതകള് നിസ്സാരമാണ്. അപ്പോൾ ഈ പത്രം കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് രണ്ടുപേർക്കുമാണ് മഹത്വം ലഭിക്കാനിരിക്കുന്നത്. ആർക്കാണ്? ആ പ്രേക്ഷിത ജോലി ഏറ്റുമേടിച്ചവർക്കും അതുപോലെ തന്നെ കൊടുത്തവർക്കും രണ്ടുപേർക്കും അനുഗ്രഹമാണ്. ഒരു പത്രപ്രേക്ഷിത പ്രവർത്തനം ചെയ്യുമ്പോൾ എന്താ ചെയ്യണത്? രണ്ടുപേർക്കാണ് ലഭിക്കുന്നത്, ഒരാൾക്കല്ല. പത്രം കൊടുക്കുന്നവർ, കിട്ടുന്നവർ അതിലൂടെ ഉടമ്പടി എടുത്ത് ദൈവത്തെ അറിഞ്ഞ് അവർ പിന്നെ 10,000-കണക്കിന് മനുഷ്യരെ അതിലേക്ക് ക്ഷണിച്ച് അതിൻ്റെ അനുഗ്രഹം ആർക്കാണ്? ഈ കൊടുക്കുന്ന ആളിനാണ്. ആദ്യം കൊണ്ട് കൊടുക്കണില്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 2 ബെനഫിറ്റ്സാണുള്ളത്. എന്താണ്? ഒന്ന്, ഈ കൊടുക്കുന്ന ആൾ രക്ഷപ്പെട്ട് ദൈവത്തെ അറിഞ്ഞ് രക്ഷപ്പെട്ട് കഴിയുമ്പോഴേ അവരിലൂടെ ഇനി കുറേ അധികം ആൾക്കാർ ദൈവത്തെ അറിയും. അതെല്ലാം കൊടുക്കുന്ന ആളിനകത്ത് പങ്കാളിത്തം കിട്ടും. അതുപോലെ തന്നെ കൊടുക്കുമ്പോൾ നമുക്ക് ആ കൊടുക്കുന്ന ആ ഒരൊറ്റ സബ്ജക്റ്റ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഡയറക്റ്റായിട്ട് അനുഗ്രഹം കിട്ടും. പക്ഷെ ഇതെല്ലാം വിശ്വാസികളോടാണ് പറയേണ്ടത്. വർഷിക്കണമേ